ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ചോളപ്പുട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ചോളപ്പൊടിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും വളരെ ഉത്തമമാണ്. അതുപോലെ ചോളപ്പൊടി ഒരു തരി പോലും കട്ട കെട്ടാതെ മിക്സിയിലൊന്നും അടിച്ചെടുക്കാതെയും വളരെ പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്ന രീതിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു രീതി മിക്സി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വളരെ പ്രയോജനകരമാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പഞ്ഞി പോലുള്ള ചോളപ്പുട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ചോളപ്പുട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നിറബറയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന ബ്രാൻഡ് ഏത് വെച്ചിട്ടായാലും പുട്ടിന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അത്യാവശ്യം നല്ല തരിയോടുകൂടിയുള്ള പുട്ടുപൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം ചേർക്കേണ്ടത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. പുട്ടുപൊടിയെ നല്ലതുപോലെ തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമുക്ക് ഈ പൊടിയെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിവിടെ പൊടിയെ ഒന്ന് നനച്ചെടുക്കുവാണ്. നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ള 1 കപ്പ് വെള്ളവും നമ്മുടെ പൊടിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ പൊടിയുടെയും ബ്രാൻഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ്. ഇനിയിപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതിനെ ഒന്ന് മൂടി മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊടിയെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി പൊടിയെ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്നും അല്ല മാറ്റുന്നത്. ഇതുപോലെ ഒരു സ്റ്റെയിനറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയെ സ്റ്റെയിനറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പുട്ടുപൊടി ഒരു തരി പോലും കട്ടകളില്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ പുട്ടുപൊടിയെ ഒരു തരി പോലും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി വരുന്ന പുട്ടുകണയിലേക്ക് വാരി നിറച്ച് കൊടുത്ത് ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് നേരം പുട്ടിനെ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്കാണ് പുട്ടിനെ കുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ പുട്ടിനെ ഇവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോളൊക്കെ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ ഒരു പുട്ടിനെ നിങ്ങൾക്ക് നിത്യവും തയ്യാറാക്കി കഴിക്കാനും പറ്റുന്നതാണ്. ഈ ഒരു പുട്ടില് ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ ശരീരത്തിന് ഉത്തമമാണ്. ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തരാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.